ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള സംസ്ഥാനം ബീഹാർ. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നം അശോകസ്തംഭം. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. ഇന്ത്യയുടെ ദേശീയ ഗീതം വന്ദേമാതരം. വന്ദേമാതരം രചിച്ചത് ആര്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. വന്ദേമാതരം ഉൾപ്പെടുന്ന നോവൽ ആനന്ദമഠം. വന്ദേമാതരം ഉൾപ്പെടുന്ന നോവൽ ആനന്ദമഠം. ആനന്ദമഠം അച്ചടിച്ച പ്രസിദ്ധീകരണം ബംഗദർശൻ. ആനന്ദമഠം അച്ചടിച്ച പ്രസിദ്ധീകരണം ബംഗദർശൻ. വന്ദേമാതരം പാടാൻ പൊതുവായി ഉപയോഗിക്കുന്ന രാഗം ദേശ്. വന്ദേമാതരം പാടാൻ പൊതുവായി ഉപയോഗിക്കുന്ന രാഗം ദേശ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമര. താമരയാണ് ഇന്ത്യയുടെ ദേശീയ പുഷ്പം. ഇന്ത്യയുടെ ദേശീയ കാലഗണനാ സമ്പ്രദായം ശകവർഷം. ഇന്ത്യയുടെ ദേശീയ കാലഗണനാ സമ്പ്രദായം ശകവർഷം. ശകവർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? 12. ശകവർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? 12. ശകവർഷം ആരംഭിച്ചത് എന്ന്? AD 78. ശകവർഷം ആരംഭിച്ചത് AD 78. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. ഇന്ത്യൻ റെയിൽ ഗതാഗതം ആരംഭിച്ച വർഷം 1853. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. കേന്ദ്ര ധനകാര്യമന്ത്രിയായ ആദ്യ മലയാളി ഡോക്ടർ ജോൺ മത്തായി. നിയമസഭാംഗം ആകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C. അച്യുതമേനോൻ. നിയമസഭാംഗം ആകാതെ കേരളത്തിൽ മുഖ്യമന്ത്രിയായ ആദ്യ വ്യക്തി C. അച്യുതമേനോൻ. കേരള ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കടാചലം. ജ്യോതി വെങ്കടാചലമാണ് കേരള ഗവർണറായ ആദ്യ വനിത. ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ആദ്യ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി ഫാത്തിമ ബീവി. ഫാത്തിമ ബീവിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ സുപ്രീം കോടതി ജഡ്ജി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി. ഇന്ത്യയിലെ ആദ്യ വനിതാ ഹൈക്കോടതി ജഡ്ജി അന്ന ചാണ്ടി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഇന്ത്യൻ കരസേനാ ദിനം ജനുവരി 15. ജനുവരി 15 ഇന്ത്യൻ കരസേനാ ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ ജനറൽ KM കരിയപ്പ. ഇന്ത്യൻ കരസേനയുടെ ഇന്ത്യക്കാരനായ ആദ്യ ജനറൽ KM കരിയപ്പ. ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ സാം മനേക്ഷ. സാം മനേക്ഷ ആണ് ഇന്ത്യയുടെ
ഇന്ത്യൻ കരസേനയുടെ ആദ്യത്തെ ഫീൽഡ് മാർഷൽ. ഇന്ത്യൻ വ്യോമസേന ദിനം എന്നാണ്? ഒക്ടോബർ 8. ഒക്ടോബർ 8-നാണ് ഇന്ത്യൻ വ്യോമസേന ദിനമായി ആചരിക്കുന്നത്. ഇന്ത്യ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം? 2006. ഇന്ത്യ ആദ്യമായി സുഗന്ധ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2006. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ? കൊൽക്കത്ത മുതൽ പെഷവാർ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈവേ കൊൽക്കത്ത മുതൽ പെഷവാർ വരെ. ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത ഏതാണ്? മുംബൈ പൂനെ എക്സ്പ്രസ് പാത. മുംബൈ പൂനെ എക്സ്പ്രസ് പാതയാണ് ഇന്ത്യയിലെ ആദ്യത്തെ എക്സ്പ്രസ് പാത. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ കപ്പൽ ഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം? ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കപ്പൽ ഗതാഗതത്തിന് മേൽനോട്ടം വഹിക്കുന്ന സ്ഥാപനം ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ തുറമുഖം? ഗുജറാത്തിലെ പിപ്പവാവ് തുറമുഖം. ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലുള്ള ആദ്യത്തെ തുറമുഖം ഗുജറാത്തിലെ പിപ്പവാവ് തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം? വിശാഖപട്ടണം. വിശാഖപട്ടണം തുറമുഖമാണ് ഇന്ത്യയിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖം? മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം. ഇന്ത്യയിലെ ഏറ്റവും വലുതും തിരക്കേറിയതുമായ തുറമുഖം മുംബൈ ജവഹർലാൽ നെഹ്റു തുറമുഖം ആണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ? ഡാർജിലിംഗിലെ ഗും. ഡാർജിലിംഗിലെ ഗും ആണ് ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ. ഏഷ്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ന്യൂഡൽഹിയിലെ ചാണക്യപുരി. ഏഷ്യയിലെ ആദ്യത്തെ റെയിൽവേ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലെ ചാണക്യപുരിയിൽ. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം? 1953. ഇന്ത്യൻ എയർലൈൻസ് നിലവിൽ വന്ന വർഷം 1953. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനി? ഇംപീരിയൽ എയർവേയ്സ്. ഇന്ത്യയിൽ ആദ്യമായി ആഭ്യന്തര സർവീസ് നടത്തിയ കമ്പനി ഇംപീരിയൽ എയർവേയ്സ്. ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ ഏത്? ടാറ്റ എയർലൈൻസ്. ടാറ്റ എയർലൈൻസ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ എയർലൈൻ. 2005-ൽ ഇന്ത്യൻ എയർലൈൻസ് സ്വീകരിച്ച പുതിയ പേരെന്ത്? ഇന്ത്യൻ. 2005-ൽ ഇന്ത്യൻ എയർലൈൻസ് സ്വീകരിച്ച പുതിയ പേര് ഇന്ത്യൻ. എയർ ഇന്ത്യയുടെ പഴയ പേര് എന്തായിരുന്നു? ടാറ്റ എയർലൈൻസ്. എയർ ഇന്ത്യയുടെ പഴയ പേര് ടാറ്റ എയർലൈൻസ്. എയർ ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആര്? JRD ടാറ്റ. എയർ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ചെയർമാൻ JRD ടാറ്റ. എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായ വർഷം? 1995. 1995-ലാണ് എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ രൂപീകൃതമായത്. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ഏറ്റവും വലിയ തപാൽ ശൃംഖലയുള്ള രാജ്യം ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം? 1774. ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായ വർഷം 1774. ഇന്ത്യയിലെ ആദ്യത്തെ
ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത് എവിടെ? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ പോസ്റ്റ് ഓഫീസ് സ്ഥാപിതമായത്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായ ഇന്ത്യയിലെ ആദ്യ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പേര് എന്തായിരുന്നു? സിന്ധ് ഡാക്ക്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ സ്റ്റാമ്പായ ഇന്ത്യയിലെ പോസ്റ്റൽ സ്റ്റാമ്പിൻ്റെ പേര് എന്തായിരുന്നു? സിന്ധ് ഡാക്ക്. ഔദ്യോഗികമായി ഇന്ത്യയിൽ പോസ്റ്റൽ സർവീസ് നിലവിൽ വന്ന വർഷം? 1854. 1854 ഔദ്യോഗികമായി ഇന്ത്യയിൽ പോസ്റ്റൽ സർവീസ് നിലവിൽ വന്നത്. ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ അംഗമായ വർഷം? 1876. ഇന്ത്യ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയനിൽ അംഗമായ വർഷം? 1876. ഇന്ത്യ ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയനിൽ ചേർന്ന വർഷം? 1964. ഇന്ത്യ ഏഷ്യൻ പസഫിക് പോസ്റ്റൽ യൂണിയനിൽ ചേർന്ന വർഷം? 1964. ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം ഏർപ്പെടുത്തിയ വർഷം? 1972. 1972 ഇന്ത്യയിൽ പിൻകോഡ് സംവിധാനം ഏർപ്പെടുത്തിയത്.